ഹോർമൂസ് കടലിടുക്കാണ് ഇറാന്റെ തുറുപ്പുചീട്ട്. ഹോർമൂസ് വെച്ചാണ് ഇപ്പോൾ എതിരാളികളെ ഇറാൻ വരച്ച വരയിൽ നിർത്തുന്നത്. ഇറാൻ യുദ്ധം എങ്ങനെയും അവസാനിപ്പിക്കണമെന്ന ചിന്തയിലാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിക്കാനായി US 15 നിർദ്ദേശങ്ങൾ ഇറാന് മുന്നിൽ വച്ചിരുന്നു. ഇതിന് ഇറാൻ മറുപടിയും നൽകിയിരിക്കുന്നു. അതിലൊന്നാണ് ഏറ്റവും പ്രധാനം. ഹോർമൂസിൻ്റെ പൂർണ്ണ നിയന്ത്രണം വേണമെന്ന ആവശ്യമാണ് ഇറാൻ ഉയർത്തിയിരിക്കുന്നത്. ലോകത്തിൻ്റെ എണ്ണക്കവാടമാണ് ഹോർമൂസ്. അതിൻ്റെ ശക്തി പൂർണ്ണമായും ഇറാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. രാജ്യാന്തര എണ്ണ വിപണിയുടെ 1/5 കടന്നു പോകുന്നത് ഹോർമൂസിലൂടെയാണ്. ഹോർമൂസ് അടച്ചതോടെ ലോകം വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ഇതോടെയാണ് ഹോർമൂസിൻ്റെ മൂല്യം ഇറാൻ കൂടുതൽ മനസ്സിലാക്കിയത്. ഹോർമൂസിൻ്റെ നിയന്ത്രണം പൂർണ്ണമായി ലഭിച്ചാൽ ഇറാന് 2 നേട്ടങ്ങളുണ്ട്. ഒന്ന്, വലിയ സാമ്പത്തിക നേട്ടമാണത്. രണ്ടാമത്, ലോകത്തെ നിയന്ത്രിക്കാൻ ഹോർമൂസിനെ ഇറാന് ഭാവിയിൽ ഉപയോഗിക്കാനും കഴിയും. US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിന് മുമ്പ് തന്നെ ആക്രമണമുണ്ടായാൽ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കിയിരുന്നു. എന്നാൽ ലോകം ഇറാൻ്റെ ഭീഷണിയുടെ ആഴം മനസ്സിലാക്കിയിരുന്നില്ല. ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇറാൻ ഹോർമൂസ് അടച്ചു. അതിൻ്റെ പ്രത്യാഘാതം ലോകം ഇപ്പോൾ അനുഭവിക്കുകയാണ്. ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 കടന്നു. അപ്പോഴാണ് ശരിക്കും ഹോർമൂസിൻ്റെ സമ്മർദ്ദ ശക്തി ഇറാൻ പോലും മനസ്സിലാക്കിയിട്ടുണ്ടാകുക. അതിനിടെ ഹോർമൂസിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് പണം പിരിക്കാനുള്ള നീക്കവും ഇറാൻ നടത്തുന്നുണ്ട്. രാജ്യാന്തര സമുദ്ര വ്യാപാര നിയമങ്ങൾ അനുസരിച്ച് ഒരു രാജ്യത്തിനും ഇത്തരത്തിലുള്ള പണപ്പിരിവുകൾ നടത്താൻ കഴിയില്ല. ഒമാൻ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ സമുദ്രാതിർത്തിയിലാണ് ഹോർമൂസ് കടലിടുക്ക്. ഇവിടെ ഇരു രാജ്യങ്ങളുടെ നിയമങ്ങൾ ബാധകമാണ്. ഹോർമൂസിൽ രാജ്യാന്തര വ്യാപാര നിയമങ്ങളും ബാധകമാണ്. എല്ലാ രാജ്യങ്ങൾക്കും ഇതിലൂടെ കപ്പലുകൾ കൊണ്ടുപോകാൻ അവകാശമുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട UN ഉടമ്പടിയിൽ USഉം ഇറാനും അംഗമല്ല എന്നതാണ് ഏറെ വൈരുദ്ധ്യം. അതുകൊണ്ട് തന്നെ രാജ്യാന്തര നിയമങ്ങൾ പാലിക്കേണ്ട ബാധ്യത ഇറാനില്ല. ഇറാന്റെ പിടിവള്ളിയും ഇതുതന്നെയാണ്. ഹോർമൂസിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഇറാന് ലഭിച്ചാൽ എന്താവും സംഭവിക്കുക? കോടികളുടെ അധിക വരുമാനമാണ് ഇതിലൂടെ ഇറാന് ലഭിക്കുക. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് 2 കോടി ബാരൽ ക്രൂഡ് ഓയിൽ ഹോർമൂസ് കടന്നുപോയിരുന്നതാണ്. ഇത്രയും എണ്ണ പുറത്തെത്തിക്കാൻ 10 വലിയ ടാങ്കറുകളെങ്കിലും വേണം. ഓരോ കപ്പലിനും $20 ലക്ഷം വീതമെങ്കിലും ഫീസ് പിരിക്കാൻ ഇറാൻ ഒരുങ്ങുന്നതായാണ് ആഗോള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഒരു ദിവസം $2 കോടി ഇറാന് ലഭിക്കുക. അങ്ങനെ വരുമ്പോൾ ഒരു മാസത്തെ വരുമാനം ഏതാണ്ട് $60 കോടി വരും. ഇനി പാചകവാചകവും കൂടി ചേർത്താൽ പ്രതിമാസ വരുമാനം $80 കോടി അതായത് ഏകദേശം 7500 കോടി രൂപ ഇറാന് ലഭിക്കും ഒരു മാസം. ഉപരോധവും യുദ്ധവും തകർത്ത സാമ്പത്തിക മേഖലയെ കരകയറ്റാൻ ഇറാൻ ഈ അവസരം ഉപയോഗിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. എന്നാൽ ഇറാന്റെ ഈ നീക്കം വലിയ പ്രതിഷേധം ഉയർത്തും. രാജ്യങ്ങൾ ഇത് അംഗീകരിക്കില്ല. ഇറാന്റെ നീക്കം നിയമവിരുദ്ധമാണെന്നും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇതിനകം US പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ ഹോർമൂസിന്മേലുള്ള നിലപാടിൽ നിന്നും ഇറാൻ പിന്നോട്ടു പോകാൻ ഒരു സാധ്യതയുമില്ലെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ.